പലപ്പോഴും സന്ധിവേദനയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ തന്നെ നടത്തിയ പഠനത്തിൽ നമുക്ക് മനസ്സിലായത് ഒരു ഡോക്ടറുടെ ഒരു സഹായം തേടാനായിട്ട് ഒരു 2 മുതൽ 3 വർഷം വരെ എടുക്കും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണ് ഞാൻ പറയുന്നത്. ആമവാദമാണെങ്കിൽ 2 മുതൽ 3 വർഷം കഴിയുമ്പോഴാണ് ശരിയായ അസുഖം കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഈ കാത്തിരിപ്പ് നമ്മുടെ ജീവന് തന്നെ പ്രശ്നം ഉണ്ടാക്കാം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? അപ്പോൾ ആളുകൾ വിചാരിക്കും സന്ധിവേദനയല്ലേ, കുറേ നാൾ പ്രായമായതിൻ്റെ അല്ലേ സന്ധിവേദനയല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് വെച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ചില സന്ധിവേദനകൾ നമ്മൾ സന്ധിവേദനയുടെ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. എന്തൊക്കെയാണ് ലക്ഷണം? ഒന്ന്, പനി. സന്ധിവേദനയുടെ കൂടെ പനിയുണ്ട്, ഈ പനി ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള SLE പോലെയോ സ്റ്റിൽസ് ഡിസീസ് അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് പോലെ ഉള്ള സീരിയസ് ആയിട്ടുള്ള വാതരോഗങ്ങളുടെ ലക്ഷണമാകാനാണ് സാധ്യത. അത് ഇൻറ്റേർണൽ ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് വളരെ കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പനിയുള്ളത് ഉണ്ടാകാനുള്ള കാരണം ശരീരത്തിൽ നീർക്കെട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിന് വേറെ ഏതെങ്കിലും അവയവങ്ങളെയൊക്കെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കാം. വാതരോഗികൾക്ക് പനി ഉണ്ടാകേണ്ട, ബാക്കിയുള്ള പോലും പനി വരും കേട്ടോ. മൂക്കൊലിപ്പും ചുമയും വരുന്ന പനിയല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ വരുന്ന വൈറൽ ഫീവർ അല്ല ഞാൻ പറയുന്നത്. വാതരോഗികൾക്ക് പനി കൂടുതലായി നിൽക്കുന്നു, 2-3 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കില്ല, ഒരാഴ്ചയെ കൂടുതൽ നീണ്ടു നിൽക്കുന്നു, അതിനോടൊപ്പം തന്നെ സന്ധിവേദനയും കൂടുന്നു എന്നുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകിച്ച് പനി വരാനുള്ള കാരണങ്ങളൊന്നുമില്ല, മൂത്രത്തിൽ പഴുപ്പില്ല അല്ലെങ്കിൽ ചുമയില്ല, മൂക്കൊലിപ്പില്ല, അങ്ങനെയൊന്നുമില്ല, പക്ഷേ പനി മാത്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആർത്രൈറ്റിസിൻ്റെ കൂടെയുള്ള, അതായത് സന്ധിവാത രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അതിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരിക്കില്ല സാധാരണ. അപ്പം ഒന്നാമത്തെ കാര്യം, പനി ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള വാദമാകാനാണ് സാധ്യത. അത് ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണണം. രണ്ടാമത്തെ കാര്യം, സ്കിന്നിൽ റാഷ് വരുന്നു, വെയിലത്ത് പോകുമ്പോൾ സ്കിന്നിൽ ചുമന്ന കുത്തുകൾ വരുന്നു, അല്ലെങ്കിൽ കാലിൽ ചുമന്ന കുത്തുകൾ വരുന്നു, തൊലിപ്പുറത്തെ പാടുകൾ, അത് പലപ്പോഴും രക്തക്കുഴലിനെ ബാധിക്കുന്നു. കാലിലെ പാടാൻ രക്തക്കുഴലിനെ ബാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. മുഖത്തെ പാടൊക്കെ ആണെങ്കിൽ സ്കിന്നിൽ വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, SLE പോലുള്ള രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. മൂന്നാമത്തെ കാര്യം, വെയിറ്റ് പെട്ടെന്ന് കുറയുന്നു, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയുന്നെങ്കിൽ അതും ഒരു സീരിയസ് അസുഖത്തിൻ്റെ ലക്ഷണമാകാം. നാലാമത്തെ കാര്യം, വേദന വന്ന് നടക്കാൻ വയ്യ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയാണെങ്കിൽ അതും യൂഷ്വലി ഒരു സീരിയസ് ഡിസീസിൻ്റെ ലക്ഷണമാകാനാണ് സാധ്യത. പിന്നെ അഞ്ചാമത്തെ ഒരു ലക്ഷണം എന്ന് വെച്ചാൽ ബ്ലഡ് കൗണ്ട് കുറയുന്നു, ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറയുന്നു, WBC കൗണ്ട് കുറയുന്നു, പ്ലേറ്ററ്റ് കുറയുന്നു, ചെറിയ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരുന്നു. ഇതെല്ലാം ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുന്ന ലക്ഷണമാണ്. മൂത്രത്തിൽ പത വരുന്നത് കിഡ്നിയെ ബാധിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ കൗണ്ട് കുറയുന്നത് പലപ്പോഴും നമ്മുടെ മജ്ജയെ ബാധിക്കുന്ന മജ്ജയിൽ നിന്നുണ്ടാകുന്ന രക്തകോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ നെഞ്ചുവേദന വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, വിട്ടുമാറാത്ത ചുമ ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നു. ഇതെല്ലാം തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ബാധിപ്പിൻ്റെ ലക്ഷണമാണ്. ചുമയുടെ കാര്യം നമുക്ക് ലങ്സിനെ ബാധിക്കുന്നുണ്ടാണ്, നെഞ്ചുവേദനയൊക്കെ വരുന്നത് ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുപോലെ ആൾക്ക് സംസാരിക്കുമ്പോൾ കോട്ടൽ വരുന്നു, ആർത്രൈറ്റിസ് ഉണ്ട്, അതിൻ്റെ കൂടെ കോട്ടൽ വരുന്നു, അല്ലെങ്കിൽ ശക്തമായ തലവേദന വരുന്നു, അത് ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട്. അതായത് ആ സന്ധിവേദനയുടെ കൂടെ വേറെ എന്തെങ്കിലും ലക്ഷണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ സീരിയസ് അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചെറിയ രീതിയിലുള്ള വാദമായിക്കൊള്ളണമെന്നില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, കോമൺ ആയിട്ട് കാണുന്നത് പനിയാണ്. ആ പനി പറയുമ്പോൾ എല്ലാ പനിക്കാരും, ആർത്രൈറ്റിസുള്ള എല്ലാ പനിക്കാരും വറീഡാകണ്ട. ചിലപ്പോൾ വൈറൽ ഫീവർ, ഡെങ്കിയൊക്കെ വരാം, അതുണ്ടെങ്കിൽ അപ്പോൾ ചികിത്സിച്ച് അത് മാറും. പക്ഷേ ആർത്രൈറ്റിസിൻ്റെ കൂടെ കാരണമില്ലാതെ പനി വരുന്നു, 1-2 ഒരാഴ്ചയിൽ കൂടുതലൊക്കെ പനി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആർത്രൈറ്റിസിൻ്റെ കാരണം തന്നെ ഉണ്ടാകുന്ന ഒരു സിസ്റ്റമിക് ഡിസീസിൻ്റെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ലക്ഷണമാകാനാണ് സാധ്യത. അത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കാണാൻ ശ്രമിച്ച് അതിൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്.